ഹലോ ഗായ്സ്, നമ്മളിതേ ശ്രുതിയുടെ വീട്ടിലെത്തി. ശ്രുതിയുടെ കല്യാണം എന്ന് പറഞ്ഞായിരുന്നല്ലോ. അപ്പോൾ ശ്രുതിയുടെ കല്യാണത്തലേന്നാണ്. കല്യാണപ്പെണ്ണ് ഇതാ ഞാൻ വന്നപ്പോൾ കഴിച്ചുകൊണ്ടിരിക്കുന്നു. എനിക്ക് വിശപ്പ് സഹിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇതാണ് അല്ലിക്കൂടും. അല്ലിക്കൂടുവിനെ നിങ്ങൾക്ക് നേരത്തെ വീഡിയോ തന്നെ അറിയാമല്ലോ. അല്ലിക്കൂട് ഫുൾ ഓണായിരുന്നു. ഇന്നലെ കിഡിലും ഡ്രസ്സൊക്കെ ഇട്ടിട്ട് പാട്ട് വെച്ചതാന്നൊക്കെ പറഞ്ഞു ഓരോ പാട്ടും മാറ്റി മാറ്റി ഫുൾ ഡാൻസ് ബഹളമായിരുന്നു അല്ലിക്കൂടുവിൻ്റെ വക. എന്തായാലും അല്ലിക്കൂടും ഉണ്ടെങ്കിൽ പിന്നെ സമയം പോകണം അറിയൂല കേട്ടോ. പിന്നെ അങ്ങനെ അവിടെ എത്തി ഓരോരുത്തരായിട്ട് വന്നു തുടങ്ങി. എല്ലാ ഫ്രണ്ട്സും വന്നിട്ട് ഇത് ഞങ്ങളുടെ സ്കൂളിൽ പഠിച്ച കൂട്ടുകാരാണ്. അവരെ ബെസ്റ്റ്. ഒരുപാട് കണ്ടന്റ് കൊടുക്കും. ഹലോ ഗൈസ്, ഹലോ ഗൈസ്, എന്റെ കൂടെ ഇരിക്കണം. നമുക്ക് നടക്കിരിക്കാം. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കളിയാക്കലും ട്രോളലും ഒക്കെ ആയിരുന്നു കേട്ടോ. മെയിനായിട്ട് എൻ്റെ യൂട്യൂബ് ചാനലുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ കുറേ കഥകളും എൻ്റെ കണ്ടൻറ്റിനെയൊക്കെ ഇവർ കളിയാക്കിക്കൊണ്ടിരിക്കുമായിരുന്നു. അവർ എന്ത് മിണ്ടിയാലും ഞാൻ ഫുൾ കണ്ടൻ്റ് ആണെന്നാണ് ഇവർ പറയുന്നത്. അങ്ങനെ ഞങ്ങൾ കുറച്ച് കഥയൊക്കെ പറഞ്ഞ് ശ്രുതിയുടെ ഡാൻസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അല്ലിക്കൂടിനോട് ശ്രുതി ഡാൻസൊക്കെ കളിച്ചു. ഇവള് കാരണം കാര്യം ഒറ്റ ഉള്ളൂ. ഇപ്പൊ അവളെ കിട്ടിയോ? ഇവള് കരയാനോ? സ്കൂളിൽ ഒന്നിച്ച് പഠിച്ചതാണ്. എനിക്ക് തോന്നുന്നു ഒരു 5-6 വർഷത്തെ ഗ്യാപ്പ് എല്ലാവരും തമ്മിലുണ്ടെന്ന്. ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ വല്ല കല്യാണത്തിനും കുറച്ച് പേരെയൊക്കെ കാണാറുണ്ട് കേട്ടോ. പക്ഷേ ഇത്ര വർഷത്തെ ഗ്യാപ്പൊന്നും ആരും തമ്മിൽ ആ ഒരു ഫീൽ ചെയ്യുന്നൊന്നും ഇല്ലായിരുന്നു കേട്ടോ. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും വർത്താനം കളിയാക്കലും ട്രോളലും ഒക്കെ ആയിരുന്നു. സംഭവം അടിപൊളിയായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങളിത് ആ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് അവൾക്കൊരു ബ്രൈറ്റ് ടു ബി കൊടുക്കുന്നുണ്ടായിരുന്നു. ഇവർ ഫ്രണ്ട്സ് കേക്കൊക്കെ കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളുടെ ആ കേക്ക് കട്ടിയാനായിട്ട് അവളെ വെൽക്കം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഇങ്ങനെയാണ് പാടേണ്ടതെന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട്. അപ്പം അങ്ങനെ കേക്കൊക്കെ കട്ട് ചെയ്തു. ബാക്കി കല്യാണത്തിന് കാണാം.